പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 9 മണിക്ക് ഇസ്രായേൽ പാർലമെന്റ് സെനറ്റിനെ അഭിസംബോധന ചെയ്യും. ആദ്യമായാണ് ഒരു ഇന്ത്യൻ ഭരണാധികാരി സെനറ്റിൽ സംസാരിക്കുന്നത്. 2 ദിവസത്തെ ഇസ്രായേൽ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് തിരിച്ചു. ജെറുസലേമിൽ നടന്ന അമേരിക്കൻ ജൂത സംഘടനകളുടെ പ്രസിഡന്റുമാരുടെ സമ്മേളനത്തിൽ സംസാരിക്കവേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ് മോദിയുടെ സന്ദർശന വാർത്ത അറിയിച്ചത്. ഇസ്രായേൽ സുപ്രീം കോടതി പ്രസിഡന്റ് ഇസ്താഖ് അമീത്തിനെ പ്രോട്ടോകോൾ പ്രകാരം ക്ഷണിച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രി മോദിയുടെ ഇസ്രായേൽ പാർലമെന്റിലെ പ്രസംഗം ബഹിഷ്കരിക്കുമെന്ന് പ്രതിപക്ഷം അറിയിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും കിരൺ ബാബു ശരിയാണ്. കിരൺ, വളരെ പ്രധാനപ്പെട്ട സന്ദർശനമാണ്. പ്രതിരോധ രംഗത്തെ പുതിയ കരാറുകൾ അത് നമുക്ക് ഏറെ നിർണായകമായ ഒന്നാണ്. പ്രത്യേകിച്ച് യുദ്ധ സാഹചര്യമൊക്കെ നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. രഞ്ജിത്തെ, വളരെ നിർണായകമായ ഒരു സന്ദർശനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നും നാളെയുമായിട്ടാണ് ഈ സന്ദർശനം നടക്കുന്നത്. 24 മണിക്കൂർ നീളുന്ന സന്ദർശനമാണ്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ടെല്ലവീവിലേക്ക് തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തുള്ളിൽ തന്നെ പ്രധാനമന്ത്രിയെ ടെല്ലവീവിൽ സ്വീകരിക്കും. 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് 2017 ജൂലൈയിലായിരുന്നു ഇതിനു മുമ്പ് ഇസ്രായേൽ സന്ദർശിച്ചത്. അന്ന് ഇസ്രായേൽ സന്ദർശിച്ചപ്പോൾ ടെല്ലവീവിലെ വിമാനത്താവളത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ടെത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചത്. ഇന്നും അങ്ങനെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ടെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കും എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. വളരെ നാടകീയമായിട്ടായിരുന്നു ഇങ്ങനെ മോദിയുടെ ഇസ്രായേൽ സന്ദർശനം. സാധാരണഗതിയിലേക്ക് രാഷ്ട്രത്തലവന്മാരുടെ ഇത്തരം സന്ദർശനങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയാണ് പതിവ്. എന്നാൽ ഇത് അങ്ങനെ ആയിരുന്നില്ല. വളരെ നാടകീയമായിട്ടാണ് വിവിധ ജൂത സംഘടനകളുടെ തലവന്മാരുമായി കഴിഞ്ഞ ദിവസം നടന്ന ഒരു സമ്മേളനത്തിൽ അവിടെ വെച്ചാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. അന്ന് തന്നെ ചില രാഷ്ട്രീയ പ്രാധാന്യമൊക്കെ ഉണ്ട്. ജൂത സംഘടനകളുടെ തലവന്മാരുടെ ഒരു യോഗത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രി നാളെ നമ്മുടെ ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിലേക്ക് ഒരാൾ വരുന്നുണ്ട്, അത് നരേന്ദ്രമോദിയാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത്. അങ്ങനെയാണ് ഇത് ലോകം ഇങ്ങനെ ഒരു വാർത്ത അറിയുന്നത്. എന്തായാലും ഇന്ത്യയും ഇസ്രായേലുമായി സുപ്രധാനമായ ചില കരാറുകൾ സംബന്ധിച്ച് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ കാലങ്ങളായി കുടിയേറിയ ഇന്ത്യൻ ജൂത സമൂഹമുണ്ട്. ഈ ജൂത സമൂഹവുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇസ്രായേൽ പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവിനെ ഇസ്രായേലിലെ പ്രതിപക്ഷ കക്ഷികൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഈ സമയത്ത് ഇങ്ങനെ ഒരു വരവിനെ അവർ എതിർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ സുപ്രീം കോടതിയുടെ പ്രസിഡന്റിനെ കൂടി ഇതിലേക്ക് പ്രോട്ടോകോൾ പ്രകാരം ഔദ്യോഗികമായി ക്ഷണിക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു ക്ഷണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിന് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെസറ്റിൽ സംസാരിക്കുമ്പോൾ ഞങ്ങൾ പ്രതിഷേധിക്കും അല്ലെങ്കിൽ ബഹിഷ്കരിക്കും എന്നുള്ള ഒരു ആഹ്വാനം നൽകിയിട്ടുണ്ട്. ഏതായാലും വളരെ പ്രധാനമായ സന്ദർശനത്തിലാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.